നിങ്ങൾക്കറിയാമോ, എന്നേ കോടതിയിൽ പോയാൽ പിന്നെ വെളിച്ചം കാണില്ല. അത്ഭുതമാണ് ഇപ്പോൾ നടന്നത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച ചെയ്തു. ചർച്ച ചെയ്തപ്പോ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു, they are innocents. Nuns are innocents. അവർ കന്യാസ്ത്രീ സഹോദരിമാർ നിരപരാധികളാണ്, ഗവൺമെന്റ് എല്ലാം ചെയ്യും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒന്ന് ഈ കേസിലെ FIR ക്യാൻസൽ ചെയ്യണ്ടേ, റദ്ദു ചെയ്യണ്ടേ? നമുക്ക് പരിശോധിക്കാം. ആ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്നത് പോലീസല്ല, അതാണ് പ്രശ്നം. ആ പെൺകുട്ടികളുടെ അടിവസ്ത്രങ്ങൾ അടക്കം ശേഖരിച്ചിട്ടുള്ള ബാഗ് വലിച്ചു തുറന്ന് മുഴുവൻ തുണിത്തരങ്ങളും പരസ്യമായി വലിച്ചു വെളിയിടുന്നു. അതിൽ ഒരു ബാഗിനകത്ത്, ഞാൻ പറയുന്നത് എല്ലാം ആ സിസ്റ്റേഴ്സ് പറയുന്ന സാക്ഷ്യമാണ്, ആ ഒരു ബാഗിനകത്ത് 2000 രൂപ. അപ്പോൾ ഈ ബജ്രംഗദൾ പ്രവർത്തകർ അവരോട് നിർബന്ധിക്കുന്നു, ഈ 2000 രൂപ മനുഷ്യക്കടത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് പ്രതിഫലമായി നൽകിയതാണെന്ന് മൊഴി പറയണം. നിർബന്ധിച്ചൊരു കുട്ടിയെ കൊണ്ട് മൊഴി പറയിപ്പിച്ചു എന്നാണ് കേൾക്കുന്നത്. 2 FIR എടുക്കേണ്ടി വന്നു. ഒരു കുട്ടിയുടെ ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ അതിനകത്തൊരു ബൈബിൾ. ആ ബൈബിൾ കണ്ടപ്പോ ഉടൻ തന്നെ പുതിയ ഭാഷ്യം വന്നു. ഈ ബൈബിൾ മതപരിവർത്തനത്തിന്റെ ഭാഗമായി നൽകിയിട്ടുള്ള പുസ്തകമാണ്, ഗ്രന്ഥമാണ്. അപ്പൊ 2 കേസ്, ഒന്ന് മനുഷ്യക്കടത്തോ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, 2 റിലീജിയസ് കൺവേർഷൻ, മതപരിവർത്തനം. ആ മതപരിവർത്തന ഒഫൻസ് ഇട്ടാണെന്നെങ്കിൽ 10 വർഷത്തെ കുറയാത്ത കഠിന ശിക്ഷയുമായി ഇവർ ജയിലിൽ കഴിയേണ്ടി വരും. ഇത് രണ്ടും ചേർത്ത് പോലീസ് കേസെടുക്കുക, FIR എടുക്കുക. ആദ്യം എടുത്ത FIR മാറ്റി. ഞാൻ ചോദിക്കട്ടെ, ഇതിനാധാരമായിട്ടുള്ള അവരുടെ കയ്യിൽ മുഴുവൻ ഡോക്യുമെന്റ്സ്, 3 കുട്ടികളും 18 വയസ്സോ 21 വയസ്സോ 23 വയസ്സുള്ള 3 കുട്ടികൾ, 18 വയസ്സിന് മുകളിലുള്ള 3 കുട്ടികൾ 2 കോൺവെന്റുകളിലേക്ക്. അതിന് പോകാനൊരു കാരണം കൂടിയുണ്ട്, അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത് സിസ്റ്റേഴ്സ് പറഞ്ഞു, എന്തുകൊണ്ട് അവർ വരാൻ തയ്യാറായി എന്ന് ചോദിച്ചാൽ, ഇത് ഏറ്റവും കൂടുതൽ നക്സൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ഈ പറയുന്ന നാരായൺപൂർ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ നാരായൺപൂർ ജില്ല. അവിടെ ഏറ്റവും കൂടുതൽ ലെഫ്റ്റ് എക്സ്ട്രീമിസം ഉള്ള ആ ജില്ലയിൽ ഈ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർ വലിയ തോതിലുള്ള പീഡനം അനുഭവിക്കുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയാണ് ആഗ്രയിലെ കോൺവെന്റിൽ ജോലിക്ക് പോയി. ആ കുട്ടി അവിടെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സ് ആ കുട്ടിയെ പഠിപ്പിച്ചു, ANM കോഴ്സ് പഠിപ്പിച്ചു. ANM കോഴ്സ് പഠിച്ചതിന്റെ ഭാഗമായി ആ കുട്ടിക്ക് ജോലി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ആ കോൺവെന്റിൽ ജോലിക്ക് പോയാൽ പഠിക്കാം, പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു ജോലി കിട്ടും, കുടുംബം രക്ഷപ്പെടുമെന്നുള്ളത് കൊണ്ട് ജോലി ആഗ്രഹിച്ചു പോയ 3 പെൺകുട്ടികൾ, അവരെ ഈ സിസ്റ്റേഴ്സ് മനുഷ്യക്കടത്ത് നടത്തി. ഞാൻ അതിന്റെ ശരിയായ രൂപം പറയുന്നില്ല, ധാരാളം സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട പദപ്രയോഗമാണ്. പെൺകുട്ടികളെ കൊണ്ടുപോയി, ആൺകുട്ടികളെ കൊണ്ടുപോയി പലതരത്തിലുള്ള ദുർപ്രവർത്തികൾക്ക് വിധേയമാക്കുമ്പോഴാണ് അത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആവുന്നത്. കേവലം ജോലി തട്ടിപ്പ് മാത്രമല്ല, ജോലി തട്ടിപ്പിന്റെ ഒഫൻസ് വേറെയാണ്. ആ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഈ സിസ്റ്റേഴ്സ് നടത്തി. അപ്പൊ 2, ഒന്ന് ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം കണ്ടപ്പോൾ മതപരിവർത്തനം, 2000 രൂപ കണ്ടപ്പോൾ പ്രതിഫലം നൽകി മനുഷ്യക്കടത്ത് നടത്തുന്നു. ഈ ജാമ്യം ലഭിക്കാത്ത 2 വകുപ്പുകൾ ചേർത്ത് ഈ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാരെ 9 ദിവസം കൽത്തുറുങ്കിൽ അടച്ചു, ജയിലിലടച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സഹിക്കാം. ഇതെല്ലാം നമുക്ക് അഭിവന്ദ്യ പിതാവ് ക്രിസ്തുദേവനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ, യേശു ക്രിസ്തുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ, എന്നെ അടിച്ചാൽ ഞാൻ ക്ഷമിക്കും. ഇത് മുഴുവൻ നമുക്ക് ക്ഷമിക്കാം. ഞങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവം ഇതൊന്നുമായിരുന്നില്ല. അവസാനം ഈ പ്രശ്നം ദേശീയ തലത്തിൽ ചർച്ചയായി. ഞാൻ അതിന്റെ ഒന്നും പിന്നാമ്പുറത്തിലേക്ക് ഈ അവസരത്തിൽ കടന്നു പോകുന്നില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച ചെയ്തു. ചർച്ച ചെയ്തപ്പോ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു, they are innocents. Nuns are innocents. അവർ കന്യാസ്ത്രീ സഹോദരിമാർ നിരപരാധികളാണ്, ഗവൺമെന്റ് എല്ലാം ചെയ്യും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒന്ന് ഈ കേസിലെ FIR ക്യാൻസൽ ചെയ്യണ്ടേ, റദ്ദു ചെയ്യണ്ടേ? നമുക്ക് പരിശോധിക്കാം. ഞങ്ങൾ അതിനേക്കാൾ ഒരു ഗൗരവതരമായ ചോദ്യം ചോദിച്ചു. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഉയർത്തേണ്ടത് അതാണ്. ഈ മാനസികവും ശാരീരികവുമായ പീഡനത്തിന് വിധേയമാക്കിയ
ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരായി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും പോലീസ് സ്റ്റേഷൻ, നിങ്ങൾ അറിയേണ്ടത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇത് ചെയ്യുമ്പോൾ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ള പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ആൾക്കൂട്ടം ഈ സിസ്റ്റേഴ്സിനെ വിചാരണ ചെയ്യുന്നത്. ഇവർക്ക് ആരധികാരം നൽകി ഈ രാജ്യത്ത്? ഈ മതപരിവർത്തനം നടത്തിയെന്നിരിക്കട്ടെ, മനുഷ്യക്കടത്ത് നടത്തിയെന്നിരിക്കട്ടെ, ബജ്രംഗ് ദളിന് രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം, അധികാരം ആര് നൽകി? അതിനുത്തരം പറയണ്ടേ ഗവൺമെന്റ്? ഞങ്ങൾ പറഞ്ഞു അവർക്കെതിരായി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്, FIR കൊടുത്തിട്ടുണ്ട്, പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. നാളിതുവരെയായി അവർക്കെതിരായി കേസെടുത്തിട്ടില്ല. അവർക്കെതിരായി കേസെടുക്കാതിരിക്കുകയും ഈ 2 കന്യാസ്ത്രീ സഹോദരിമാർ 9 ദിവസക്കാലം കൽത്തുറുങ്കിൽ അടക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ഞാൻ ഏറ്റവും വലിയ ഇൻസൾട്ട് നമുക്കുണ്ടായത് ഇന്ത്യൻ ജനാധിപത്യത്തിന്, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക്, നമ്മുടെ മതേതര പാരമ്പര്യത്തിന് തന്നെ കളങ്കമുണ്ടാക്കുന്ന നിലയിലുള്ള സംഭവം ഉണ്ടായി. ഇതൊന്നുമല്ല. അവസാനം സെഷൻസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്തു. സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു. ആ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ അറിയണം, എന്റെ അനുഭവത്തിലില്ല, നിങ്ങളുടെ അനുഭവത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഒരു പ്രതിക്ക്, ഇവിടെ ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവ് സൂചിപ്പിച്ചു, ഒരു കുറ്റാരോപിതനായ വ്യക്തി കുറ്റക്കാരനാണ് എന്ന് അന്തിമ കോടതി വിധി കൽപ്പിക്കുന്നതുവരെ ഇൻ ദ ഐസ് ഓഫ് ലോ, നിയമത്തിന്റെ കൺമുന്നിൽ അവർ നിരപരാധികളാണ്. അന്തിമ കോടതി, സുപ്രീം കോടതി, അവസാനത്തെ അപ്പല്ലറ്റ് കോടതി കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്നത് വരെ the law presumes that they are innocent. അവർ കുറ്റാരോപിതരായിരിക്കാം, പക്ഷേ നിയമത്തിന്റെ ദൃഷ്ടിയിൽ അവർ നിരപരാധികളാണ്. ആ 2 സഹോദരിമാർക്ക് ജാമ്യം നിഷേധിച്ചപ്പോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോടതിക്ക് മുമ്പിൽ ആഹ്ലാദ പ്രകടനം നടത്തി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപമാനകരമായ സംഭവം നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകാനുണ്ടോ? ജാമ്യം ലഭിക്കുമ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്, കേരളത്തിൽ നടന്നിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. കുറ്റവിമുക്തരായി നിരപരാധികളാണെന്ന് കണ്ടെത്തി വിട്ടയക്കുമ്പോൾ കേരളത്തിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്, രാജ്യത്തെ പല സ്ഥലത്തും ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷെ നിരപരാധികളായിട്ടുള്ള കുറ്റാരോപിതർക്കെതിരായിട്ടുള്ള ജാമ്യം നിഷേധിച്ചു എന്ന് കണ്ടപ്പോ ആഹ്ലാദ പ്രകടനം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ മനസ്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് നിജസ്ഥിതി, ഇതാണ് സ്ഥിതി എന്നുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം അഭിവന്ദ്യ പിതാവ് സൂചിപ്പിച്ചു, അവരെ കോൺവെന്റിൽ കൊണ്ടാക്കുമ്പോൾ അവിടെ നടന്ന പ്രതികരണങ്ങൾ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ. ഇന്ന് ആ 3 പെൺകുട്ടികൾ ചാനൽ മുമ്പാകെ പറഞ്ഞു, ആരോരുമില്ലാത്ത മുറിയിൽ അവർ അടച്ചുപൂട്ടിയ മുറിയിൽ കൊണ്ടുപോയി മാരകമായ നിലയിൽ ദേഹോപദ്രവം നടത്തി പീഡിപ്പിച്ചു. ഈ കന്യാസ്ത്രീ സഹോദരിമാരോടൊപ്പം വന്ന 3 പെൺകുട്ടികളെ മൊഴി മാറ്റി പറയിപ്പിക്കാൻ, അങ്ങനെ മൊഴി മാറ്റി പറയിപ്പിച്ചു. എന്റെ അനുമതി കൂടാതെയാണ്, എവിടെയാണ് പോകുന്നത് എന്ന് ഞാൻ അറിയാതെയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആദ്യത്തെ FIR കീറിക്കളഞ്ഞു, 2ാമതൊരു FIR കൂടി എടുത്തു. അങ്ങനെ കളമായി പീഡിപ്പിച്ച്, ദേഹോപദ്രവമേൽപ്പിച്ച്, മാനസികമായി പീഡിപ്പിച്ച്, കള്ളമൊഴി ഉണ്ടാക്കി കേസെടുത്ത് മനുഷ്യക്കടത്തും അതുപോലെ തന്നെ മതപരിവർത്തനവും എന്നുള്ള 2 കേസുകൾ ഒഫൻസസ് എഴുതി ചേർത്തുകൊണ്ടാണ് ഈ സഹോദരിമാർ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട്. നമ്മൾ പറഞ്ഞ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം. എന്തെല്ലാം സംഭവവികാസങ്ങൾ ഇതിനിടയിൽ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ സത്യത്തിൽ ഞങ്ങൾ 4 പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നു. 4 പാർലമെന്റ് അംഗവും ഒരു നിയമസഭാംഗവും ഉൾപ്പെടെ ഞങ്ങൾ 5 പേരുണ്ടായിട്ട് ഞങ്ങൾക്ക് അവസാനം അവരെ ജയിലിൽ കയറി, അവരെ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച്, പാർലമെന്റ് അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏത് ജയിലിലും പോയി പ്രതികളെ അല്ലെങ്കിൽ ആരെയും കാണുന്നതിന് ഒരു നിയമ തടസ്സവും സാങ്കേതികത്വവുമില്ല. അത് ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രി അവിടെ വരേണ്ടി വന്നു. ഒരു സമരമുഖത്തേക്ക് പോകേണ്ടുന്ന സാഹചര്യം വന്ന ഘട്ടത്തിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ കാണാൻ ഞങ്ങൾക്ക് അനുവാദം ലഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം വന്ന ഡെലിഗേഷൻ, വൃന്ദാക്കാരാട്ട് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വന്ന ഡെലിഗേഷന് അന്ന് കാണാൻ കഴിഞ്ഞില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
എന്നിട്ട് ജാമ്യം വരുമ്പോൾ, കോടതിയിൽ വരുമ്പോൾ എതിർക്കില്ല എന്ന് പറഞ്ഞു. ആ എതിർക്കില്ല എന്ന് പറഞ്ഞു. ഞാനൊരു സാങ്കേതികത്വത്തിലേക്ക് പോകുന്നില്ല. ഫോർമൽ ആയിട്ടുള്ള ഒബ്ജക്ഷൻ ആണെങ്കിലും ഇൻഫോർമൽ ആയിട്ടുള്ള ഒബ്ജക്ഷൻ ആണെങ്കിലും ആദ്യ ദിവസം ഇനി ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ സെഷൻസ് കോടതിയിൽ നിന്ന് എങ്ങനെയാണ് ഈ കേസ് NIA കോടതിയിലേക്ക് പോകുന്നത്? നിങ്ങൾ അഭിമന്യരായിട്ടുള്ള സിസ്റ്റേഴ്സ്, അഭിമന്യരായ വൈദിക ആത്മായ സമൂഹം, മറ്റു പൊതുസമൂഹം അറിയണം, സ്റ്റാൻ സ്വാമി എത്ര വർഷമാണ് NIA കോടതിയുടെ ഭാഗമായി ജയിലിൽ കിടന്നത്. ആ സെഷൻസ് കോടതിയുടെ ജഡ്ജി ഈ പറയുന്ന 2 ഒഫൻസസ് കണ്ട ഉടൻ തന്നെ അദ്ദേഹം പറയാണ്, ഈ കോടതി ഈ കേസ് വിചാരണ ചെയ്യാനുള്ള അവകാശം എനിക്കില്ല. ഇത് വിചാരണ ചെയ്യേണ്ടത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കോടതിയാണ്, NIA കോടതിയാണ്. നിങ്ങൾക്കറിയാമോ, NIA കോടതിയിൽ പോയാൽ പിന്നെ വെളിച്ചം കാണില്ല. അത്ഭുതമാണ് ഇപ്പോൾ നടന്നത്. ഞാൻ പറയുന്നു, NIA കോടതിയിൽ നിന്ന്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കോടതിയിൽ നിന്ന് ഈ പ്രിയപ്പെട്ട കന്യാസ്ത്രീ സഹോദരിമാർ ഈ 9 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വന്നത് അവരുടെ ജീവിതത്തിലെ, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയുടെ മഹത്വമാണ്, ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. മാസങ്ങളും വർഷങ്ങളും കിടന്നാൽ NIA കോടതിയിൽ ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് ഈ ഡിമാൻഡ് ഉന്നയിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കേസ് NIA കോടതിയിലാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞു, ഒരാവശ്യവുമില്ല NIA കോടതിയിലേക്ക് അയക്കണം. ഞങ്ങൾ പിന്നെ എന്തിനെ അയച്ചു? അപ്പം മനസ്സിലായില്ല, ഞാൻ അതിന്റെ പിന്നാമ്പുറത്തേക്ക് ഒന്നും ഈ അവസരത്തിൽ പോകുന്നില്ല. അപ്പൊ വളരെ വ്യക്തമായി, കൃത്യമായി ഈ സഹോദരിമാർ സമീപകാലത്തൊന്നും സൂര്യപ്രകാശം കാണാതിരിക്കാൻ വളരെ ബോധപൂർവമായി, ആസൂത്രിതമായി നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ അനന്തര ഫലത്തെയാണ് അതിജീവിച്ചുകൊണ്ട് അവർ പുറത്തു വന്നത്. ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, രാജ്യം കന്യാസ്ത്രീ സമൂഹത്തോടൊപ്പം നിന്നു, ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം നിന്നു, മതേതര സമൂഹം നിന്നു. എന്തൊരു പ്രതികരണമായിരുന്നു കേരളത്തിൽ, മത്സരമായിരുന്നു. ഇവരുടെ പ്രശ്നത്തിൽ, ഇവരുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൽ ആര് മുമ്പിൽ നിൽക്കുന്നു എന്ന നിലയിലുള്ള മത്സരമായിരുന്നു കേരളത്തിൽ. അത് നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതാണ്. ഒരു സംശയവും വേണ്ട. ഞങ്ങൾ ഇതിനെ കാണുന്നത്, പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമായിട്ടുള്ള ഞങ്ങൾ ഇതിനെ കാണുന്നത് കത്തോലിക്ക സമൂഹത്തിന്റെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തിന്റെ പൊതുവിഷയമായി ഈ പ്രശ്നത്തെ കാണണം. ഇന്ന് കത്തോലിക്ക സമുദായമെങ്കിൽ നാളെ മറ്റൊരു സമുദായമെങ്കിൽ ഇതേതൊരു സമൂഹത്തിനും എപ്പോഴും ബാധിക്കും. അതുകൊണ്ട് ഇത് ഇന്ത്യയുടെ മതേതര പ്രശ്നമാണ്. ഇവിടെ അഭിമന്യ പിതാവ് the right to profess and propagate any religion, ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വാസം പിൻപറ്റാനും ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഭരണഘടനയുടെ മൗലികാവകാശം ഉറപ്പു നൽകുമ്പോഴാണ് ഈ കന്യാസ്ത്രീ സഹോദരിമാർ അകാരണമായി 9 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നത്.